നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഏടാണ് 2 ആഴ്ച മുൻപ് 14 ദിവസം മുൻപ് നമ്മൾ ആരംഭിച്ച അനിശ്ചിതകാല സമരം. ഈ സമരം ഏറ്റവും ജനാധിപത്യപരമായും മാതൃകാപരമായും സമാധാനപരമായും വിദ്യാർത്ഥികളെ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം സമരത്തിന് ആസ്പദമായ സംഭവം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായി ഇന്നോളം കേരളത്തിലെ ഒരു സർവകലാശാലയ്ക്കകത്തും കേരളത്തിലെ ഒരു ക്യാമ്പസിനകത്തും കണ്ടിട്ടില്ലാത്ത നിലയിൽ വിദ്യാർത്ഥികൾ, സർവകലാശാലയ്ക്ക് കീഴിലെ 10,000-കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത അവരുടെ സർവകലാശാല യൂണിയനെ, ആ സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നതിന് വേണ്ടിയും മുന്നോട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും അനുവദിക്കില്ല എന്ന ഏകാധിപത്യപരവും ഏകപക്ഷീയവുമായ സമീപനം കേരള സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലറായ മോഹനൻ കുന്നുമ്മൽ സ്വീകരിച്ച ഘട്ടത്തിലാണ് നമ്മൾ സമരം ആരംഭിച്ചിട്ടുള്ളത്. ഏറ്റവും ജനുവിനായ സമരമാണ് SFI ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സർവകലാശാലയ്ക്ക് കീഴിലെ 10,000-കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സർവകലാശാല യൂണിയൻ ചുമതല ഏൽക്കേണ്ടതായിട്ടുണ്ട്. സർവകലാശാല യൂണിയന്റെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൽ ഈ ദിവസങ്ങളിൽ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള കലാകാരന്മാരുണ്ട്. അവരുടെ സർഗശേഷി ഉൾപ്പെടെ പ്രകടിപ്പിക്കേണ്ടുന്ന കലോത്സവം അടക്കം കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കുന്ന സമീപനമാണ് വൈസ് ചാൻസലറുടെ ഈ തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാകുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൽ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ 3-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുണ്ട്, 2-ാം വർഷ PG വിദ്യാർത്ഥികളുണ്ട്. അവരുടെ കോഴ്സ് അവസാനിക്കുന്നതിന് വേണ്ടി, അക്കാദമിക് ഇയർ അവസാനിക്കുന്നതിന് വേണ്ടി കേവലം 1.5 മാസം മാത്രമാണ് അവശേഷിക്കുന്നതുള്ളത്. ആ വിദ്യാർത്ഥികൾക്ക് കലോത്സവം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരമാണ് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ലഭ്യമാകുന്നതിനുള്ള അവസരമാണ് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രമേൽ നിഷേധാത്മക സമീപനവുമായി മോഹനൻ കുന്നുമ്മൽ കടന്നു പോകുന്നതിനുള്ള കാരണം എന്താ? മോഹനൻ കുന്നുമ്മൽ എന്ന സംഘിക്ക് SFIയെ കണ്ടാൽ ഹാലിളകും. മോഹനൻ കുന്നുമ്മൽ എന്ന RSS കാരന് SFIയെ കണ്ടാൽ ഹാലിളകും. SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ അധികാരത്തിലെത്തി എന്നറിഞ്ഞാൽ മോഹനൻ കുന്നുമ്മലിന് ഉറക്കം നഷ്ടപ്പെടും. ആ ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയന്റെ പ്രവർത്തനാനുമതി നിഷേധിച്ച് ഇയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ജനാധിപത്യ വിരുദ്ധമായി പിൻവാതിലിലൂടെ ഏതെല്ലാം സംഘികളെ സർവകലാശാലയുടെ ഭരണസമിതിയിലേക്ക് തിരുകിക്കയറ്റുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ആളാണ് ഈ മഹാനായ മോഹനൻ കുന്നുമ്മൽ എന്നുള്ളതിനെ സംബന്ധിച്ച്. അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായി പിൻവാതിലിലൂടെ സെനറ്റിലേക്ക്, സിൻഡിക്കേറ്റിലേക്ക് ആളെ തിരുകിക്കയറ്റിയ മോഹനൻ കുന്നുമ്മൽ എന്ന സംഘിക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ കണ്ടാൽ ഹാലിളകുകയാണ് പോലും. അങ്ങനെ ഹാലിളകിയാൽ തന്റെ ഇളക്ക് നിർത്താൻ കേരളത്തിലെ SFIക്ക് അറിയാം എന്നതാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം ഇങ്ങോട്ട് ആഴ്ചകൾ പിന്നിടുമ്പോ മോഹനൻ കുന്നുമ്മലെ നിങ്ങൾക്ക് ഈ സർവകലാശാലയുടെ പടി ചവിട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഓർമ്മ കാണുമല്ലോ. SFI സമരം പ്രഖ്യാപിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഈ സർവകലാശാലയ്ക്കകത്തേക്ക് കടത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ കടത്തില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അവിടെ അവസാനിക്കുന്നില്ല. ഇന്നലെ ഞങ്ങളുടെ സമരത്തിന്റെ തുടർച്ചയിൽ തൃശ്ശൂരിൽ മോഹനൻ കുന്നുമ്മലിന്റെ വീട്ടുപടിക്കലേക്ക് SFI എത്തിയിട്ടുണ്ട്. വീട്ടുപടിക്കലെത്തി ഞങ്ങൾ ഇന്നലെ വിളിച്ച മുദ്രാവാക്യം ഉണ്ടല്ലോ, ആ മുദ്രാവാക്യം ഞങ്ങൾ മാറ്റും. നാളെ ഞങ്ങൾ തീരുമാനിക്കും, മോഹനൻ കുന്നുമ്മൽ എന്ന സംഘി വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല എന്ന് SFI തീരുമാനിച്ചാൽ, കുന്നുമ്മൽ മോഹന, നിനക്ക് നിന്റെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിക്കോ. ജനാധിപത്യപരമായ ഞങ്ങളുടെ ആവശ്യം, ഏറ്റവും ജനുവിനായ ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ആരംഭിച്ച സമരം സമാധാനപരമായല്ല ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോയത്. ആ സമാധാനപരമായി മുന്നോട്ട് പോയ സമരത്തെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കീറോല കൊടുത്തവനല്ലേ കുന്നുമ്മൽ മോഹനൻ. അങ്ങനെ കുന്നുമ്മൽ മോഹനന്റെ കീറോല കിട്ടുമ്പോ ലാത്തിയും അടുത്ത് സർവകലാശാലക്കകത്തേക്ക് കയറാൻ ഒരുമ്പൊട്ട പോലീസ് ഒന്ന് മനസ്സിലാക്കിക്കോ. ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ
കേരളത്തിലെ മൊത്തം SFI ഒന്നും വേണ്ട, തിരുവനന്തപുരം നഗരത്തിലെ SFI മാത്രമൊന്ന് തീരുമാനിച്ചിറങ്ങിയാൽ ഞങ്ങൾ തീരുമാനിക്കും തിരുവനന്തപുരം നഗരം നിശ്ചലമാകണമെന്ന്. അനക്കാൻ കഴിയില്ല പോലീസ് നിങ്ങൾക്ക്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരശേഷി എന്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായിക്കോ. ഞങ്ങളിവിടെ ഒരു പോലീസുകാരനെയും നെഞ്ചത്തേക്ക് കയറാൻ വന്നിട്ടില്ലല്ലോ, ഞങ്ങളിവിടെ ഒരു പോലീസുകാരനെയും മെക്കിട്ട് കയറാൻ വന്നിട്ടില്ലല്ലോ. എന്നിട്ട് എന്ത് മാന്യത വിട്ട ഇടപെടലാണ് ഒരു DCP ഒരുത്തൻ ഈ അങ്ങാടിയിൽ ഇറങ്ങി കാട്ടിക്കൂട്ടിയത് ഇന്നലെ. ആ DCPയോട് ഒന്ന് സൂചിപ്പിച്ചോ, അയാൾ കർണാടകയിൽ കണ്ടിട്ടുള്ള 4-3 ABVP അല്ല കേരളത്തിലെ SFI എന്ന് മനസ്സിലാക്കാൻ തയ്യാറായിക്കോ. ഞങ്ങളത് തീരുമാനിക്കുക. ഈ DCP അനങ്ങണ്ടാന്ന്, അനങ്ങൂല. മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം, മനസ്സിലാക്കാൻ തയ്യാറാവണം. സമരത്തിലുള്ള സഖാക്കളെ ആക്രമിക്കുന്നതിന് വേണ്ടി, ഏകപക്ഷീയമായി ആക്രമിക്കുന്നതിന് വേണ്ടി ഇവർ തയ്യാറാകുക. SFIയുടെ സമരപന്തൽ പൊളിക്കുക. എന്താ ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ സമരം ചെയ്യാൻ വേണ്ടി അവകാശമല്ലേ? ഇവിടെ സമരം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആരാ അധികാരം തന്നിട്ടുള്ളത്? പോലീസ് നിങ്ങൾക്ക് ആരാ അധികാരം തന്നിട്ടുള്ളത്? ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായി സമാധാനപരമായി മുന്നോട്ട് പോയ ഒരു സമരത്തെ കുന്നുമ്മൽ മോഹനന്റെ വാറോലയുടെ പുറത്ത് ആക്രമിക്കാൻ തയ്യാറാകുന്നു. ഞങ്ങളുടെ സമരപന്തൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ഞങ്ങൾ ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുക, ഇന്ന് കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിദ്യാർത്ഥികളാകെ പഠിപ്പ് മുടക്കിക്കൊണ്ട് ഈ സമരത്തോട് ഐക്യപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങൾ ഈ മാർച്ചുമായി കടന്നു വന്ന് ഇവിടെ വന്ന് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും മറ്റൊന്നുമല്ല, നിങ്ങൾ അവസാനിപ്പിച്ചിടത്ത് ഞങ്ങൾ ഇന്ന് വീണ്ടും സമരം ആരംഭിക്കുക. സർവകലാശാലയുടെ കവാടത്തിൽ ഞങ്ങൾ വീണ്ടും സമരം ആരംഭിക്കുക. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് എത്ര പേരെ കൊണ്ടുപോകും? നിങ്ങൾ എത്ര പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും? നിങ്ങൾക്ക് എത്ര പേരെ തുറുങ്കിലടയ്ക്കാൻ വേണ്ടി കഴിയും? തിരുവനന്തപുരം ജില്ലയിലെയും കേരളത്തിലെയും ജയിലറകൾ മതിയാകില്ല. കേരളത്തിലെ SFI നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഇടും സാറേ? നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഇടും? കേരളത്തിലെ SFI മുഴുവനായിട്ട് ഇറങ്ങി അങ്ങ് അറസ്റ്റ് ചെയ്ത് കള എന്നങ്ങ് തീരുമാനിച്ചാൽ, എന്നങ്ങ് പ്രഖ്യാപിച്ചാൽ എത്രയാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യും? അങ്ങനെ SFIക്കാരെ നിറയ്ക്കാൻ ശേഷിയുള്ള ജയിലൊന്നും കേരളത്തിലില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ സമരം പുനരാരംഭിക്കുകയാണ്. സർവകലാശാലയുടെ പടിവാതിൽക്കൽ ഞങ്ങൾ സമരം പുനരാരംഭിക്കുകയാണ്. ആ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്ത് ഒരു ലാത്തിക്കും നിങ്ങളുടേതില്ല എന്ന് മനസ്സിലാക്കാൻ തയ്യാറാവണം. ഈ സമരത്തെ ജനാധിപത്യപരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളത്. ജനാധിപത്യപരമായി തന്നെ ഈ സമരം മുന്നോട്ട് പോകും. അതിനോട് അസഹിഷ്ണുതയോടെ ഇടപെടാൻ നിന്നാൽ ഞങ്ങളും അസഹിഷ്ണുത കാണിക്കും എന്നത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങോട്ട് അസഹിഷ്ണുത കാണിക്കാൻ വന്നാൽ ഞങ്ങൾ ഇന്നലെയോ ഇന്നോ ഞങ്ങൾ പോലീസിന്റെ മെക്കിട്ട് കയറാൻ പോയിട്ടില്ല. ഞങ്ങൾ പോലീസിന്റെയോ DCPയുടെ മെക്കിട്ട് കയറാൻ പോയിട്ടില്ല. DCP തന്നാലാവുന്ന ഷോ മുഴുവൻ ഇന്നലെ തിരുവനന്തപുരം അങ്ങാടിയിൽ നടത്തി. ഞങ്ങൾ മെക്കിട്ട് കയറാൻ പോയിട്ടില്ല. കാരണം ഞങ്ങളുടെ സമരം പോലീസിനെതിരല്ല, മോഹനൻ കുന്നുമലിനെതിരെയാണ്. ആ കുന്നുമ്മൽ മോഹനെതിരായിട്ടുള്ള സമരത്തിന്റെ ദിശ തെറ്റിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും കൊട്ടേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പണി ഇവിടെ നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കോ. ഞങ്ങൾ സമരം തുടരും, ഞങ്ങൾ സമരം തുടരും. നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ സമരം തുടരും. ഞങ്ങളുടെ സമരം ഈ സർവകലാശാലയ്ക്ക് കീഴിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ആയതിനാൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആകെ പിന്തുണ ഞങ്ങളുടെ സമരത്തോടൊപ്പമുണ്ട് എന്നുള്ളതാണ് ഇന്ന് സർവകലാശാലയ്ക്കകത്ത് സമ്പൂർണ്ണ പഠിപ്പ് മുടക്ക് സമരം വ്യക്തമാക്കുന്നത്. അതിശക്തമായി ഈ സമരത്തെ തടയുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടേക്ക് നടത്തിയിട്ടുള്ള മാർച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ സർവകലാശാല ആസ്ഥാനത്ത് വീണ്ടും നമ്മൾ പുനരാരംഭിച്ചിട്ടുള്ള സമരം അത് സർവകലാശാല ആസ്ഥാനത്ത് തന്നെ മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സമര വളണ്ടിയർമാരെയും SFIയുടെ കേരള സംസ്ഥാന ഘടകത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രക്ഷോഭ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.